ഹായ് ഫ്രണ്ട്സ്, മല്ലു ട്രാവൽ റെക്കോർഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവ് ബോട്ട് ജെട്ടിയിലാണ്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു മിനി ക്രൂസ് കപ്പലായ സാഗര റാണിയിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ബോട്ട് യാത്രയും അവിടുത്തെ കാഴ്ചകളും ആ ബോട്ടിൻ്റെ അകത്തുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ബോട്ടിലെ യാത്രയ്ക്ക് മുമ്പേ നമുക്ക് മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് മറൈൻ ഡ്രൈവ് റെയിൻബോ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്നും തുടങ്ങാം. ഇത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫോട്ടോ പോയിൻ്റാണ്. ഇവിടെ നിന്നും നമുക്ക് കൊച്ചി കായലിനെയും അതിലൂടെ പോകുന്ന ബോട്ടുകളുടെയും കപ്പലുകളുടെയും പിന്നെ ദ്വീപുകളുടെയും മനോഹരമായ കാഴ്ചകൾ ഉയരത്തിൽ നിന്നും കാണാം. ഇതിന്റെ വലതു ഭാഗത്താണ് ബോട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് കായലിൽ സൈറ്റ് സീയിങ്ങിന് പോകുന്ന എല്ലാതരം ബോട്ടുകളും ലഭ്യമാണ്. ഇവിടെ നിന്നും വാട്ടർ മെട്രോ സ്റ്റേഷൻ വരെ ഇത്തരത്തിലുള്ള ബോട്ടുകൾ ഡോക്ക് ചെയ്തിരിക്കുന്നത് കാണാം. നമ്മുടെ മുൻ പ്രസിഡന്റായ അബ്ദുൽ കലാം സാറിന്റെ പ്രസിദ്ധമായ ഉദ്ധരണിയാണ് ഈ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. മറൈൻ ഡ്രൈവ് കൊച്ചിയിലെ പ്രശസ്തമായ ഒരു പ്രൊമനേഡാണ്. കായലിന് അഭിമുഖമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അബ്ദുൽ കലാം സാറിന്റെ ശില്പം ഇവിടെ കാണാം. മറൈൻ ഡ്രൈവ് ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗ് എന്നും അറിയപ്പെടുന്നു. കൊച്ചിക്കാരുടെയും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെയും ഒരു പ്രിയപ്പെട്ട ഹാങ് ഔട്ട് ഇടമാണ് മറൈൻ ഡ്രൈവ്. ഈ കാണുന്നത് നിയോ ക്ലാസിക് ക്രൂസിന്റെ ക്ലാസിക് ഇംപീരിയർ എന്ന ക്രൂസ് ഷിപ്പാണ്. ഇവിടെ നിന്നും ഗവൺമെന്റ് ഓഫ് കേരളയുടെ ബോട്ടുകളും ഷിപ്പുകളുമാണ് ഡോക്ക് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് ഹൈക്കോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ഓഫീസാണ് ഈ കാണുന്നത്. ഇവരുടെ ക്രൂസ് ഷിപ്പുകളായ നെഫർട്ടിയും സാഗർ റാണിയും ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായി. സാഗർ റാണിയിലേക്കുള്ള ബോർഡിംഗ് തുടങ്ങി. ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഒരു അറിയിപ്പുള്ളത്, ചെറിയ കുട്ടികൾ ആരെങ്കിലും സൈഡ് ഭാഗത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്ര ആരംഭിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ആരും താഴേക്ക് പോകരുത്. കൂടാതെ ഈ വീൽ ഹൗസ് എന്ന് പറയുന്ന ഈ ഭാഗങ്ങൾക്ക് റിസ്ട്രിക്റ്റഡ് ഏരിയയിൽ ആരും അങ്ങോട്ട് കടക്കാനും ശ്രമിക്കരുത്. ലൈഫ് ഗാർഡന്മാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ പുറപ്പെട്ടതിന് ശേഷം താഴേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കടൽ യാത്രയ്ക്ക് നമ്മുടെ സാഗർ റാണിയെ തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കടൽ യാത്ര ആരംഭിക്കുകയാണ്.
ചെല്ലു പൈകിളി എന്റെ ബാലഗോപാലനെ എന്നെ പൊട്ടിക്കുമ്പോൾ പാടടി. ഇടത് ഭാഗത്ത് അങ്ങ് ദൂരെ ക്രെയിനുകൾ കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. 1972 കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിച്ചത്. 1981 MV റാണി പത്മിനി എന്ന കപ്പലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും ആദ്യമായി ഇറങ്ങിയത്. ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യൻ നേവിയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഇവിടെയാണ് നിർമ്മിച്ചത്. വലതുഭാഗത്ത് കാണുന്നത് മനുഷ്യനിർമ്മിതമായ വെല്ലിംഗ്ടൺ ദ്വീപാണ്. കൊച്ചി തുറമുഖത്ത് വലിയ കപ്പലുകൾ വരുന്നതിന് വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടാനായി എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ചാണ് ഈ ദ്വീപ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ബ്രിട്ടീഷ് വൈസ്രോയ് ആയിരുന്ന വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. ആ മരങ്ങൾക്കുള്ളിൽ കാണുന്നത് 1744 ഡച്ചുകാർ നിർമ്മിച്ച ബോൾഗാട്ടി പാലസ് ആണ്. ഇപ്പോൾ നവീകരിച്ച കൊട്ടാരം ബോൾഗാട്ടി പാലസ് ആൻഡ് ഐലൻഡ് റിസോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ആ കാണുന്ന കെട്ടിടങ്ങൾ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലും ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററുമാണ്. അതിനടുത്ത് കാണുന്ന പാലമാണ് വല്ലാർപാടം ബ്രിഡ്ജ്. വലതുഭാഗത്ത് കാണുന്നത് DP വേൾഡ് പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ്. ഇത് വല്ലാർപാടം ടെർമിനൽ എന്നും അറിയപ്പെടുന്നു. 2011 കൊച്ചിൻ പോർട്ടും ദുബായ് പോർട്സ് വേൾഡും സംയുക്തമായി 3300 കോടി രൂപയുടെ കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിച്ചത്. വലതുവശത്ത് അങ്ങകലെ മട്ടാഞ്ചേരി കാണാം. വലതുഭാഗത്ത് കാണുന്നത് വൈപ്പിൻ ദ്വീപാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്ക് ആൾക്കാരെയും വാഹനങ്ങളെയും കൊണ്ടുപോകുന്ന റോറോ ജങ്കാർ വെസലാണ് ആ കാണുന്നത്. കാണുന്നത് ഫോർട്ട് കൊച്ചി. ഇത് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. അടുത്ത് നമ്മൾ കാണുന്നത് ഫോർട്ട് കൊച്ചിയിലെ ചീനവലകളാണ്. കപ്പൽ ഇപ്പോൾ കടലിലാണ്. നമുക്ക് കപ്പലിലെ എന്റർടൈൻമെന്റ്സ് ആസ്വദിക്കാം. ഈ യാത്രയിലെ പ്രധാന ഇവന്റായ സൺസെറ്റ് കാണുകയാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകുന്നത്
യൂറോപ്യൻ ആഡംബര കപ്പലായ 7 Seas മറൈനറാണ്. കോട്ടയം പാമ്പാടിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇതിൽ നല്ലൊരു ഭാഗം എന്നറിയാം. ഗുരു ചൈതന്യ പുരുഷ മൈക്രോൺ യൂണിറ്റിൻ്റെ എല്ലാ അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നലെ തൊട്ട് ഞങ്ങൾ ഈ പരിപാടിയിലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത നല്ലൊരു അനുഭവം ഈ യാത്രയിലൂടെ ഉണ്ടായി എന്ന് പറയാൻ വളരെയേറെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുപോലെ നല്ല നല്ല കലാവിരുദ്ധകൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷം. അതിനുപരി ഇവർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും ഞങ്ങളുടെ ഗുരുചൈതന്യ മൈക്രോ യൂണിറ്റിന്റെ നാമത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിക്കൊള്ളുന്നു.